അങ്ങനെ 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. സാധ്യത ഇപ്പോൾ ആ പ്രദേശത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തകരും അല്ലാതെ രക്ഷാപ്രവർത്തകരും അല്ലാതെ പ്രദേശവാസികൾ ആരുമില്ലല്ലോ, എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ ഈ കാണാതായ 5 പേർക്കായുള്ള തെരച്ചിൽ ഇനി പുലരും വരെ തുടരാനാണോ തീരുമാനം? ഇപ്പോഴും ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്ന പ്രവൃത്തി തുടരുന്നുണ്ടോ? മണ്ണ് മാറ്റുന്ന പ്രവൃത്തി തുടരുകയാണ്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ JCBയുടെ ഓപ്പറേറ്റർമാരും NDRFന്റെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഏതാനും പോലീസുകാരും കുറഞ്ഞ മാധ്യമപ്രവർത്തകരും മാത്രമാണ് ഉള്ളത്. ഇവിടെ ഈ പ്രദേശവാസികളായ ആളുകളെ എല്ലാം തന്നെ പൂർണ്ണമായി ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചില തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്ക്, പ്രയാസമില്ലാത്ത വീട്ടുകാരെ ആ രീതിയിൽ പാർപ്പിച്ചിട്ടുണ്ട്. പലരും ബന്ധുവീടുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. 142 പേരാണ് പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ഇതിന് അപ്പുറത്ത് ഏതാനും 5 കിലോമീറ്റർ അപ്പുറത്താണ് കഴിഞ്ഞ വർഷം 2 വർഷം മുൻപ് ഭീമാകാരമായ ഉരുൾപൊട്ടലിൽ ഈ നിരവധി പേരെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ദുരന്തം ഉണ്ടായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായത്. അവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴിയാണ് ഇത്രയും ലോഡ് കണക്കിന് മണ്ണ് മൂടിക്കിടക്കുന്നത്. രാവിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഓഫീസുകളിലേക്കും പോകുന്ന സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആളുകൾക്ക് ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് ഈ മണ്ണിന് മുകളിലൂടെ വളരെ സാഹസികമായി അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞത്. എന്തായാലും ഈ മണ്ണ് ഇന്ന് രാത്രിയോടുകൂടി റോട്ടിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ആണ് പങ്കുവെക്കുന്നത്. അതിനിടയിൽ 5 മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. അത് ഈ മണ്ണിനടിയിൽ ഉണ്ടോ അതോ പുഴയിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നെല്ലാം തന്നെ ഇനിയും സ്ഥിരീകരിക്കണം. അതിന് വിപുലമായ സംവിധാനങ്ങൾ വേണം. അത് നാളെ ഉണ്ടാകുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി നാളെ പകൽ പുഴ കേന്ദ്രീകരിച്ച്, പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാകും. ഇന്ന് രാത്രി റോട്ടിൽ നിന്നുള്ള മണ്ണ് മാറ്റി അത് ഗതാഗത യോഗ്യമാക്കുക എന്നതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. എന്തായാലും കൂടുതൽ സജ്ജീകരണങ്ങളോടെ നാളെ വിശദമായ ഒരു പരിശോധനയ്ക്ക് തെരച്ചിലിനാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്.